പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വരുന്നത് നിങ്ങളെ കുഴക്കുന്നുണ്ടോ? എങ്കിൽ ഇതിനൊരു പരിഹാരം നിങ്ങളുടെ അടുക്കളയിൽ തന്നെയുണ്ട്. രാത്രിയിലെ ഈ അമിത മൂത്രശങ്ക അഥവാ നൊക്ടൂറിയ കുറയ്ക്കാൻ ആപ്പിൾ സിഡർ വിനിഗർ നല്ലതാണെന്നറിയാമോ? നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഈ നൊക്ടൂറിയ? രാത്രിയിൽ 2 അതിലധികമോ തവണ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കുന്ന അവസ്ഥയാണിത്. ഇത് വെറും ഒരു അസ്വസ്ഥത മാത്രമല്ല, പലപ്പോഴും പ്രമേഹം, ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലെ പ്രശ്നങ്ങൾ എന്നിവയുടെയൊക്കെ ലക്ഷണമാകാം. ഇവിടെയാണ് ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ പ്രാധാന്യം. പ്രമേഹമുള്ളവരിലാണ് രാത്രിയിൽ മൂത്രം കൂടുന്നത്. ഇൻസുലിൻ അളവ് ക്രമീകരിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ആപ്പിൾ സിഡർ വിനീഗർ നന്നായി സഹായിക്കും. ഇനി ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ ശേഷി മൂത്രനാളിയിലെ അണുബാധകളെ ഒരു പരിധി വരെ തടയാൻ സഹായിക്കും. അമിതഭാരം കുറയ്ക്കാനും ആപ്പിൾ സിഡർ വിനീഗർ നല്ലതാണ്. ശരീരഭാരം കൂടുന്നത് മൂത്രസഞ്ചിയിൽ സമ്മർദ്ദം ഉണ്ടാക്കും. ഭാരം കുറയ്ക്കുന്നതിലൂടെ ഈ സമ്മർദ്ദവും കുറയ്ക്കാൻ നമുക്ക് കഴിയും. പക്ഷേ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആപ്പിൾ സിഡർ വിനീഗർ ഒരു അത്ഭുത മരുന്നൊന്നുമല്ല കേട്ടോ. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമോ മറ്റോ ആണ് ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കുന്നതിന് കാരണമെങ്കിൽ വിനിഗർ കൊണ്ട് മാത്രം മാറ്റാൻ കഴിയില്ല. പിന്നെ നേർപ്പിക്കാതെ ഇത് ഉപയോഗിക്കുകയും ചെയ്യരുത്. കാരണം ഇതിലെ ഉയർന്ന ആസിഡ് പല്ലിൻ്റെ ഇനാമൽ നശിപ്പിക്കാനും തൊണ്ടയിൽ അസ്വസ്ഥത ഉണ്ടാക്കാനും കാരണമാകും. കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആപ്പിൾ സിഡർ വിനിഗർ ഉപയോഗിക്കാനേ പാടില്ല. ഇനി എങ്ങനെ ഉപയോഗിക്കണമെന്നറിയണ്ടേ? ഏറ്റവും സുരക്ഷിതമായ രീതി ഇതാണ്. 1 ഗ്ലാസ് വെള്ളം, അതായത് 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1-2 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനിഗർ ചേർക്കുക. അതിലേക്ക് വേണമെങ്കിൽ അല്പം നാരങ്ങ നീരോ തേനോ ചേർക്കാം. ഇത് രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കുടിക്കാതെ വൈകുന്നേരമോ രാത്രി ഭക്ഷണത്തിന് ശേഷമോ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ രാത്രി നിങ്ങളുടെ ഉറക്കം തടസ്സപ്പെടുത്തുന്ന ഒരു പ്രശ്നത്തിന് ആപ്പിൾ സിഡർ വിനിഗർ ഒരു പരിഹാരമായേക്കാം. പക്ഷേ ഇത് ഒരു ഹോം റെമഡി മാത്രമാണെന്ന് ഓർക്കുക. പ്രശ്നം മാറുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായ പരിശോധന നടത്താൻ ഒരിക്കലും മടിക്കരുത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റിലും ലഭിക്കും.